യന്ത്രങ്ങൾ എല്ലാം ഏറ്റെടുത്ത കാലത്തും ഈ കൈകൾ ഇന്നും ഒരു പാരമ്പര്യം ജീവനോടെ കാത്തു സൂക്ഷിക്കുകയാണ്. വെല്ലുവിളി വെച്ചാൽ ഇപ്പോൾ കരിക്കെല്ലാം ഭയങ്കര പൈസയാണ്. കരിയൊന്നും കിട്ടുന്നതിന് ഭയങ്കര ടൈറ്റും പൈസയല്ല. ചിരട്ട തീരെ ഇല്ലല്ലോ, അതിന് ഭയങ്കര പൈസ. മരത്തിനായിരിക്കുന്ന ഭയങ്കര പൈസയാണ്. ചില മരത്തിൻ്റെ കാര്യം ഭയങ്കര പൊട്ടിത്തെറിയിട്ട് ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് ആ തകിട് കുത്തുന്നു. അച്ഛനുണ്ടായിന്, അച്ഛൻ നല്ല പണിക്കാരനാണ്. പിന്നെ ഞാൻ പെരുമ്പിയിലുണ്ടായിന്, സതീഷ് എന്ന് പറഞ്ഞിട്ട് പെരുമ്പി പണിയെടുക്കാൻ ഓൻ്റെ അടുത്താണ്. ഒരു കാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും കേട്ടിരുന്ന ചുറ്റികയുടെ ശബ്ദം ഇന്ന് വിരളമാണ്. പ്രധാനമായി കത്തിയാള്, പിന്നെ കൈക്കോട്ട് എല്ലാം. കത്തിയാക്കണ ചെലവുണ്ട്, കരി വേണം. ഇരുമ്പിന് കിലോന് ഇപ്പം 50 റുപ്യാണ്. അതിപ്പം നേരിയ ലീഫ് കിട്ടുന്നുമില്ല, ഭയങ്കര ടൈറ്റാണ്. അത്യാവശ്യം ആരും കൊണ്ടുവന്നാൽ കിട്ടിയെങ്കിലായി. പിന്നെ ഞാൻ അധികം അവരോട് തന്നെ കൊണ്ടുവരാൻ പറയലാണ്. ടൈം അത് കാച്ചിട്ട് തണിയണം. തണിഞ്ഞൊരു 1/2 മണിക്കൂറിലധികം വേണ്ടി വരും. കാച്ചിട്ട് തണിഞ്ഞാൽ പയൽ കുടിക്കും. പതാക്കണം. പതാക്കി ഒന്ന് ഗ്രൈൻഡറിൽ പിടിച്ച് പിന്നെ അടുത്തോണ്ട് ഫയലാക്കി മഴ ഇതെല്ലാം പിന്നെ പണിയാൻ കുറവായിരിക്കും. പിന്നെ അതിലിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങാനുണ്ടല്ലോ ചെറിയ പൈസക്ക്. ഇനിയിപ്പോൾ ആക്കിയിട്ട് ആദ്യ പൈസ ഞാൻ പറയും, ആക്കിയാൽ ഇത്ര പൈസയാവും. ചിലവർ പറയും ആ പൈസക്ക് അതിനെക്കാട്ട് ചെറിയ പൈസക്ക് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ടല്ലോ എല്ലാം പറയും. ചിലവർ ആക്കാന്ന് പറയും. പൈസ ആദ്യം പറഞ്ഞിട്ടെങ്കിൽ പിന്നെ വയ്യാതെ വാക്ക് തർക്കം. കട്ടർ ഇതെല്ലാം വന്നോണ്ട് മുമ്പ് ചാണകം കുടിച്ച് മുമ്പ് ഞാൻ ഫയലാക്കണ്ട എത്തോണ്ട്. ഇപ്പം ഗ്രൈൻഡറിൽ പിടിച്ചിട്ട് ഒന്ന് ഫയലുകൊണ്ട് ഇതാക്കിയാൽ മതി. എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പൊടി ഇതെല്ലാം ശ്വസിച്ചിട്ട് ശ്വാസം മുട്ട്. നമ്മളെ കുടുംബത്തിലെല്ലാവരും പാരമ്പര്യമായിട്ട് ശ്വാസം മുട്ടാണ്. അച്ഛൻ്റെ ഏട്ടന്മാർ അനിയന്മാർ എല്ലാം ശ്വാസം മുട്ട് കാരണം മരിച്ചിന്. അച്ഛനുമുണ്ട് എനക്കുമുണ്ട് ചെറിയ ശ്വാസം മുട്ട്. പൊടിയെല്ലാം മാറി വൈകുന്നേരം ആകുമ്പോൾ തുമ്മലും തുടർച്ചയായ തുമ്മലും ശ്വാസം മുട്ടെല്ലാം ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ആനുകൂല്യമൊന്നും നമുക്കില്ല, ഒരു ആനുകൂല്യമില്ല. പിന്നെ പുതിയ തലമുറ ആരും വരൂല. ഒന്നാമത് ഇത് പൊടിയും കരിയും എല്ലാം ആരും ഇഷ്ടപ്പെടൂല. നമ്മളെ പാരമ്പര്യമായിട്ട് അങ്ങനെ അച്ഛൻ്റെ അനിയന്മാരും ഏട്ടന്മാരും എല്ലാം ഇതേ പണിയാണ്. പുതിയ കാലം വന്നിട്ടും പഴയ തൊഴിലിനെ കൈവിടാതെ മുന്നോട്ട് പോവുകയാണ് ഈ കരകൗശല തൊഴിലാളി. കടയിലേക്ക് കൊടുക്കുന്നുണ്ട്, കത്തി കൊടുക്കുന്നുണ്ട്. ആ
ഈ കൈകളുടെ വില മനസ്സിലാക്കുന്നവർ ഉള്ളിടത്തോളം കൊല്ലപ്പണി ചരിത്രമാകില്ല.